ഈ നമ്മളൊക്കെ സ്കൂള് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോഴത്തേനും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒന്നും കൂടെയൊക്കെ സ്കൂളിൽ പോയാൽ കൊള്ളായിരുന്നതല്ലേ. അതായത് ഇപ്പോൾ ഇന്നലെ നമ്മളൊരു സ്റ്റോറി കണ്ടില്ലേ, പിള്ളേരെയൊക്കെ പാടത്തൊക്കെ ഇറക്കി, ടീച്ചേഴ്സ് പിള്ളേരെ പാടത്തിലൊക്കെ ഇറക്കി ആ കൃഷിയൊക്കെ കണ്ട് അവരെ കൊണ്ട് ആ കൃഷിയൊക്കെ ചെയ്യിപ്പിച്ച് കർഷകരെ കൂടെ നിന്നത്, എങ്ങനെയാണ് അത് വളരുന്നത്, എങ്ങനെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസമൊക്കെ മാറിയത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും ഇപ്പോഴും പണ്ടും അങ്ങനത്തെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ മറ്റൊരു തരത്തിൽ വീണ്ടും ഈ മാത്സും സയൻസും ഫിസിക്സും കെമിസ്ട്രിയും അതൊക്കെ വീണ്ടും എടുത്ത് പഠിക്കണ്ടേ. അത് ഓർക്കുമ്പോഴത്തേക്ക് നേരത്തെയൊക്കെ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞത് വളരെ നന്നായും തോന്നും. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴും അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ നമുക്കിടയിൽ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരാൾ അത് ഒരു ചെറുപ്പക്കാരനേ അല്ല, പക്ഷേ മനസ്സിൽ ഒരുപാട് ചെറുപ്പം സൂക്ഷിക്കുന്ന ചുറുചുറുക്കുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പഠിക്കാൻ ഈ പ്രായമൊന്നും ഒരു തടസ്സവും അല്ല തെളിയിക്കുകയാണ് അമ്പലപ്പുഴ സ്വദേശിയായ ഗോപിദാസിന് എത്ര വയസ്സായെന്നറിയോ? 79ാമത്തെ വയസ്സായി. അതായത് 80 വയസ്സാവാൻ പോവാണ്. ഈ 80 വയസ്സ് പ്രായത്തിൽ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഗോപിദാസ് മുത്തശ്ശൻ. തുല്യതാ പരീക്ഷ എഴുതുന്നവരിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവാണ് ഈ മുത്തശ്ശൻ. നമുക്ക് വിശേഷങ്ങൾ കണ്ടാലോ? മലയാളവും ഇംഗ്ലീഷും എക്കണോമിക്സും സോഷ്യോളജിയും ഒക്കെ ഉണ്ട് പഠിക്കാൻ. വീട്ടിലെ മുറിയിൽ കൊച്ചുകുട്ടിയെപ്പോലെ ബുക്കുകളെല്ലാം അടുക്കി വെച്ച് കൃത്യമായ പഠനം. വർഷങ്ങൾക്ക് മുൻപ് 5ാം ക്ലാസ്സിൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം വീണ്ടെടുക്കുകയാണ് 80നോടടുക്കുന്ന പ്രായത്തിൽ ഗോപിദാസ്. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു 10ാം ക്ലാസ്സുകാരനാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായെന്നാൽ ജോലി കിട്ടാനൊക്കെ പെട്ടെന്ന് എളുപ്പമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായി കാണണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. പണ്ട് സാധിക്കാതിരുന്നത് ഇപ്പോൾ നേടിയെടുക്കാനാണ് ഗോപിദാസിന്റെ തീരുമാനം. 2017 7ാം തരം പാസ്സായി. തൊട്ടടുത്ത വർഷം 10ാം തരം തുല്യതാ കോഴ്സിൽ അഡ്മിഷൻ. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ഓൺലൈനായപ്പോൾ ഗോപിദാസും അതിനൊപ്പം കൂടി. 4 വിഷയങ്ങൾക്ക് A+ഉം മറ്റു വിഷയങ്ങൾക്ക് A ഗ്രേഡും നേടി ബാച്ചിലെ മിടുമിടുക്കനായി. ഇപ്പോൾ എഴുതുന്നതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇംഗ്ലീഷ് തന്നെ. കാരണം അതിൻ്റെ പരിമിതികൾ എനിക്കുള്ളത് കൊണ്ടാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കൂടി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൂടിയതോടെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തു. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ വെച്ചൊരു ആദരവ് വന്നായിരുന്നു. അന്ന് ജില്ലയിലെ ഏറ്റവും മുതിർന്ന പഠിതാവെന്നുള്ള രീതിയിൽ MLA ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ആദരവായിരുന്നു. അതിൻ്റെ ആദരവൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു അഭിപ്രായം, ചേട്ടൻ പഠിത്തം നിർത്തരുത്, +2 പാസ്സാകണം, +2 പാസ്സായി കഴിഞ്ഞാൽ വക്കീലാകാൻ പറ്റും എന്നിങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. ഞായറാഴ്ചകളിൽ അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള മെമ്മോറിയൽ സ്കൂളിലാണ് ക്ലാസ് ഉള്ളത്. മുടങ്ങാതെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യും. വീട്ടിലെത്തി വീണ്ടും പഠനം. സംശയമുള്ളത് കൊച്ചുമക്കളോട് ചോദിച്ചു മനസ്സിലാക്കും. എന്തുവാണോ പഠിക്കുന്നത് അത് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്നത് മാത്രം പറഞ്ഞു കൊടുക്കും. അറിയാവുന്നത് ഒന്നിച്ചും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ വാക്കും പറഞ്ഞു കൊടുക്കും. പണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചുവെങ്കിലും വായന തുടർന്നു. കയർ മേഖലയിലെ തൊഴിലും സംഘടനാ പ്രവർത്തനങ്ങളും വായന തുടരുന്നതിന് കൂടുതൽ പ്രചോദനമായി. ഹയർ സെക്കൻഡറി ഫലം വന്നതിനു ശേഷം വേണം തുടർ പഠനത്തെക്കുറിച്ച് ആലോചിക്കാൻ. നിയമം പഠിക്കണമെന്ന ആഗ്രഹം ബാക്കിയുണ്ട്. 80ാം വയസ്സിലെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നിയമപുസ്തകവും ഗോപിദാസിന് അപ്രാപ്യമാകില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ. അപ്പോൾ ഗോപിദാസ് എന്ന് പറഞ്ഞത് ഇനി കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ഗോപിദാസ് എന്നും കൂടി പറഞ്ഞ് വാർത്ത പറയാനുള്ള ഒരു ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഗോപി മുത്തച്ഛന് എല്ലാ ആശംസകളും നേരെയാണ്.